ലോകവും. ഞാനിവിടെ ആദ്യം വന്നപ്പോ വിചാരിച്ചു ഇതെല്ലാം നമ്മുടെ വീടാണെന്ന്. ഞാൻ എഴുന്നേറ്റപ്പോ തൊട്ടിട്ട് അയ്യോ നടു ഒടിഞ്ഞ് പണിയെടുക്കുമായിരുന്നു. ഞാനും ചേട്ടനും മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്, ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത് ഞാനാണ്. എനിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. നിങ്ങൾ എന്നൊന്നും കേട്ടിട്ട് ജഡ്ജ് ചെയ്യരുത്. അത്രയ്ക്ക് ബുദ്ധിയുള്ളൊരു കൊച്ചാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് പട്ടിക്കൂട് കാണാം. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ കൊണ്ട് വെക്കുന്നു. ശരിക്കും പറഞ്ഞ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പുറത്തിറങ്ങാറുള്ളത്. നമുക്കത് ചാരിടണ്ട, ജസ്റ്റ് തുറന്നിട്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ പോലെ കാണാൻ ഇത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളോടെയുള്ള സത്യമൊക്കെ പറയും. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് എന്തോ എടുത്തിട്ട് തല്ലി പൊട്ടിക്കുന്നു. നല്ല അലമ്പാണ്. എനിക്ക് ഒന്നാമത് നീളമില്ല, എന്നിട്ട് ഞാൻ ഇവിടെ കുനിഞ്ഞു നിൽക്കുന്നത്. കുറച്ചൊക്കെ ഒളിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. കിച്ചൺ കണ്ടിട്ട് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കണ്ടാ വൃത്തി തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ വാരി വിതറും. എന്റെ സർവ്വ പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങുന്ന കിച്ചണാണിത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു പഞ്ചാബി പുള്ളി അതുവഴി നടന്നുപോയി. അപ്പൊ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് എന്തോ പോലെ. ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അല്ല, കാണിച്ചു തരുന്നില്ല. ഈ കിച്ചണിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ആ കിച്ചണിൽ കൊണ്ടുപോയി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കേണ്ട പരിപാടിയല്ലേ. 60% സാധനങ്ങൾ ഞാൻ ഇവിടെ നിർത്തി പറ്റി. മോളെ ഈ സ്റ്റൗവിന്റെ അടിയിൽ എന്താ സംഭവം? പാത്രം കഴിക്കാൻ ഉണങ്ങാൻ വെക്കുന്ന സാധനമാണെന്ന്. ദൈവമേ, ഓടി നടന്ന് വൃത്തിയാക്കുമായിരുന്നു. എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒന്നും നമുക്ക് ഡോറില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ ബെഡ്റൂം കാണാം. വാഷ്റൂം ഞാൻ നിങ്ങളെ ചെറുതായിട്ടേ കാണിച്ചെടുത്തോളൂ. നിങ്ങൾക്ക് ചേട്ടന്റെ ടേബിൾ കാണാം.